Okay, guys, screen recording is on. Wait a minute. And എവിടെ guys? എവിടെ പോയി? Okay, guys, നോക്കട്ടെ. നോക്കട്ടെ. ഇങ്ങോട്ട് വാ. അതുകൊണ്ട് ഇവിടെ ഇതാ. And by the way, guys, do like, subscribe, share. Road to 200, guys. ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സും എനിക്ക് കിട്ടുമെന്ന്. ആൻഡ് താങ്ക് യു ഓൾ. മെഗാ റാമ്പ് തന്നെ എപ്പോഴും നമുക്ക് ഇനി മെഗാ റാമ്പ് തുടങ്ങാം ഗൈസ്. കാരണം എന്തെന്ന് വെച്ചാൽ ആഡാണ് ഗൈസ്. അതെ, ആഡ് തന്നെയാണ്. കാരണം ഗൈസ് നിങ്ങൾക്കറിയാമോ ഇത് ഓപ്പൺ ചെയ്യുമ്പോ വെയിറ്റ്. ആൻഡ് ബൈ ദ വേ ഗൈസ് ദാണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നടക്കൂ മിസ്റ്റർ നടക്കൂ. ഫ്രാങ്ക്വൈൻ നടക്കൂ. ഫ്രാങ്ക്വൈൻ വണ്ടിക്കേരിക്കോ. എന്നിട്ട് നേരെ നടന്നു പോയിക്കേ. ആൻഡ് ഗൈസ് 2 ദിവസം മുന്നേ ഉള്ള ഇന്ത്യൻ എന്തോന്നല്ലേ ഇത്? വണ്ടി എവിടെ ഇറങ്ങ. വണ്ടിക്ക് എന്താണ് മോനെ പ്രശ്നം? അവിടെ കുടുങ്ങിയാണ് പ്രശ്നം. എന്നാ പിന്നെ ഒരു നമ്മളെ ഗോസ്റ്റ് ബൈക്ക് എടുക്കാം ഗൈസ്. ആൻഡ് ബൈ ദ വേ ഞാൻ ഇന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഗോസ്റ്റ് ബൈക്ക് ഓക്കെ, ഗോസ്റ്റ് ബൈക്ക് കിട്ടി. ഇനി ഇന്ന് നമുക്ക് കഴിയുന്നത്ര ആൾക്കാരെ ഇത് വെച്ചിട്ട് കൊല്ലാം ഗൈസ്. എന്നിട്ട് ലെറ്റ്സ് ട്രൈ. കണ്ടായി ഇങ്ങനെ ഈ ഇതെന്താന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പറഞ്ഞുതരാം. ഇതാണ് ഗൈസ് ഗോസ്റ്റ് ബൈക്ക്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതെന്താന്ന് അറിയില്ല. സംഭവം ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ ഒരു പ്രത്യേക ബൈക്കാണ്. ഇതിന് തീ വരുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ എന്ത് വണ്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇടിച്ചാലും അത് കത്തിപ്പോകും ഗൈസ്. പക്ഷെ ഇതിനൊരു കുഴപ്പവും പറ്റില്ല. അതാണ് ഗൈസ് ഈ ബൈക്കിന്റെ പ്രത്യേകത. ഇത് പലവർക്കും അറിയായിരിക്കും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളിച്ചവർക്ക്. ആൻഡ് ബൈ ദ വേ ഗൈസ് ഇന്ന് ഞാൻ തെറിച്ചു ചാവാണ്ടിരുന്ന മതിയത്. പോയി. അങ്ങനെ വണ്ടി നമ്മളെ എടുക്കാണ്ട് പോയി. എന്തൊരു കഷ്ടമാണ് കേസ്. ആറ്റുനോറ്റ് ചെറു ഗോസ്റ്റ് ബൈക്ക് ഇങ്ങനെ നമ്മൾ ഇട്ടേച്ച് പോവാന്ന് വെച്ചാ 5 നമ്മക്കൊന്നും പുത്തരിയല്ല. ഒന്ന് പോയാൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ. എന്തോടെ ഇപ്പം എന്തോന്നണ്ടേ ഇങ്ങനത്തെ ഒരു പരിപാടി. വണ്ടീനെ എടുത്തിട്ട് അവൻ അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ് കേസ് ഇവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡ് പോവാം. നമ്മളെ ആ ബൈക്ക് അവിടെ വരെ എത്തിയുള്ളൂ ഗൈസ്. ഓ വാവ്. വണ്ടി നമ്മളങ്ങ് എടുത്ത് എറിഞ്ഞ് ഗൈസ്. നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നിർത്തത്തില്ല, അങ്ങനെ അങ്ങോട്ട് എറിയും. ഇതാണ് ഗൈസ്. വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിർത്തൂല, എറിഞ്ഞളയും. അതിനാണെങ്കിൽ കൊല്ലാണ് നമ്മൾ വണ്ടി എറിയുന്നു. എന്താണ് ഇത്? വണ്ടിയിൽ ഇടിച്ചെന്ന് പറഞ്ഞിട്ട് വണ്ടി നമ്മളെ തുപ്പിക്കാണിട്ട് പോയാ എന്തോന്ന് കേസ് ഇത്. അതുകൊണ്ട് വണ്ടി അവിടെ കിടക്കുന്നു. എന്താന്നാണ് കേസ് നടക്കുന്നത്?
ഇനി ഇതേപോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ നമുക്ക് കൊല്ലാം ഗേസ്. എന്നിട്ട് കരിക്കോ. എന്നിട്ട് ഇവിടെ വേലയില്ലാതെ ഗസ്റ്റുകളില് എവിടെ ഇതേപോലെ സൈഡിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യാം. അമ്മ ഇത് കണ്ട വണ്ടി തന്നെ പറക്കുന്നു. ചേച്ചന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ ഗേസ്, അപ്പൊ നമ്മൾ ഇന്ന് ഈ ബൈക്ക് വെച്ചിട്ട് വണ്ടിനെല്ലാം കണ്ട അമ്മ വണ്ടി മരത്ത് കുടുങ്ങി ഗേസ്. വണ്ടി മരത്ത് കുടുങ്ങി. എന്താണ് ഗേസ് വണ്ടി മരത്ത് കുടുങ്ങി? വണ്ടി എടുത്തു ദാ മോളില്. ദാ വണ്ടി. ഗേസ് വണ്ടി കാണാനില്ല. ഗേസ് വണ്ടി കാണാനില്ല. ആൻഡ് ഗേസ് വണ്ടി മരത്ത് കുടുങ്ങി ഗേസ്. നിങ്ങൾ മിക്കവാറും ഇതേപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു മാങ്ങ പറിച്ചു ഗേസ്, ആൻഡ് മാങ്ങ പറിച്ച തോട്ടി അവിടെ കുടുങ്ങിപ്പോയി. ആ അവസ്ഥയാണ് ഗേസ്. ഓടിച്ച വണ്ടിയാണ് ഗേസ് ഇപ്രാവശ്യം കുടുങ്ങിയത്. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഞാനിപ്പോ ഇത് കയറാൻ പറ്റുമോ? ഓ ഗേസ് കേറാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും പോയതല്ലേ, വേറെ എണ്ണം വാങ്ങിക്കാം. എന്തോന്നൊക്കെയാണ് ഗേസ് കാണേണ്ടത്? ഗേസ് വണ്ടി മരത്ത് കുടുങ്ങി. വണ്ടി എന്താ ഗേസ് വണ്ടി മരത്ത് കുടുങ്ങി. എന്തോന്നാണ് ഗേസ്? ഇത് ആദ്യമായിട്ടായിരിക്കും ഗേസ് ഒരാൾക്ക് ഇങ്ങനെ പറ്റുന്നത്. എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗേസ്. തോട്ടി മരത്ത് കുടുങ്ങിയിട്ടുണ്ടാവും. ആദ്യമായിട്ടായിരിക്കും വണ്ടി ചില സമയത്ത് ഇത് റോക്കറ്റ് പോലെ പോകുന്നത്. ബെസ്റ്റ്. 2 സാമൂഹ്യ സേവനം ഒരുമിച്ച് ചെയ്തു. ബാക്കിലോട്ട് പോ. അതുകൊണ്ടൊരു ഫീസ് കൊടുക്കാതെ ഇവിടെ നിൽക്കുന്ന ഒരാളുണ്ട് ഗേസ്. ഇങ്ങനെ കൊറേ ആൾക്കാർ ഇപ്പൊ വൈദവേ ഇവിടെ ഉണ്ട്. അതിന്റെ അപ്പൊ അതിലാരെങ്കിലും ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവരുടെ അവസ്ഥ. കേസ് എന്താണ് കേസ്? വണ്ടി നമ്മളെ തുപ്പിക്കളഞ്ഞിട്ട് പോകുന്നു. വണ്ടിന്റെ പേരിൽ കേസ് കൊടുക്കണം കേസ്. വണ്ടി മനുഷ്യരെ തുപ്പിക്കൊണ്ടുപോകുന്നു വണ്ടി. എന്തൊക്കെ കാണണം കേസ്. ഹലോ, ഒരു ഗോസ്റ്റ് ബൈക്ക്. പറഞ്ഞ നാക്ക് വയലോട്ട് എടുത്തില്ല, അതിന് മുന്നേ കിട്ടി. എവിടെ പോയി? അല്ല ഫ്രണ്ട് എടുത്തോ. സ്പീഡ് പോ. റൂട്ട് മാറ്റി വിടും പോലെ. വീണ്ടും ഇവന്റെ അനിയൻ വരുന്നുണ്ട്. ഫാമിലി പാക്കേജ് ആയാലും ശരി, എല്ലാവർക്കുള്ള ശിക്ഷ ഇവിടെ ഉണ്ട്. ഓ ഗൈസ്, ഒന്നും പിടിക്കാൻ ഇന്നും കിട്ടുന്നില്ലല്ലോ ഗൈസ്. നല്ല ആശ്വാസം.
ഗൈസ് ഇതൊന്നാണ് റൂട്ട് മാറ്റി പിടിക്കാൻ എന്തോണ്ടൊരു ഇതിപ്പോ ഇടിച്ച വണ്ടിന്റെ പവർ കൊണ്ടാണോ അതോ ഇടിച്ച ആളുടെ പവർ കൊണ്ടാണോ എന്നറിയില്ല. വണ്ടി കത്തിപ്പോയി. ആൻഡ് മിക്കവാറും ഇടിച്ച ആളുടെ ശക്തി കൊണ്ടായിരിക്കും, അല്ലാതെ ഒട്ടിച്ച അല്ല സോറി ഈ ആളുടെ ഫ്രാങ്ക്ലിന്റെ ശക്തി ആയിരിക്കും. കാരണം വണ്ടി നമ്മളെ തുപ്പിക്കളത്ത് പോയിട്ടും നമ്മളാണ് ഇരിക്കുന്നത്. ബാക്ക് നിന്ന് ഒറ്റ ഇടി, വണ്ടി ഒറ്റ വെടിക്ക് 3 പക്ഷി. അത് 4ാമത്തെ പക്ഷി വരുന്നുണ്ട്. അതാ കൊറേ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കണ്ടല്ലോ. തുടങ്ങി വീണ്ടും. എന്തായതല്ലേ, ഇവിടെ തന്നെ തിരിച്ചു വീഴുമല്ലോ. അവിടെ തന്നെ തിരിച്ചു വീഴുമെന്ന് വിചാരിച്ചപ്പോ ഏത് ഭൂഖണ്ഡമാണ് ഏഷ്യാണോ? അത് നമുക്ക് നോക്കാം. ബുഗാഡി ജയ് ഹിന്ദ് പറയുന്നതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ ജയ് ഹിന്ദ്. ഇതേപോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ഓർക്കണം. ഈ മുഖം പഴയ മുഖമല്ല, പുതിയ മുഖം.